കോതമംഗലം നഗരത്തിൽ ഇനി ഭാരവാഹനങ്ങൾക്ക് വിലക്ക്. നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സൈൻ ബോർഡുകൾ സ്ഥാപിച്ചു. നഗരത്തിലെ അപകട സാധ്യത കുറയ്ക്കുന്നതിനും ഗതാഗതക്കുരുക്ക് ഒഴിവാക്കുന്നതിനുമായിട്ടാണ് കോതമംഗലം ട്രാഫിക് പോലീസ് നഗരത്തിൽ പുതിയ സൈൻ ബോർഡുകൾ സ്ഥാപിക്കുന്നത്. മൂവാറ്റുപുഴ, ഇടുക്കി, പെരുമ്പാവൂർ ഭാഗത്തു നിന്ന് വരുന്ന ഹെവി വാഹനങ്ങൾ ഇനി മുതൽ കോതമംഗലം നഗരത്തിലൂടെ കടന്നുപോകാൻ പാടില്ല. കൊച്ചി, ധനുഷ്കോടി ദേശീയപാത വഴി വരുന്ന ഭാരവാഹനങ്ങൾ ടൗൺ ടച്ച് ചെയ്യാതെ ഇടുക്കി, എറണാകുളം, മൂവാറ്റുപുഴ ഭാഗത്തേക്ക് പോകാനുള്ള സൈൻ ബോർഡ് വിമലഗിരി ജംഗ്ഷനിൽ സ്ഥാപിച്ചു. മൂവാറ്റുപുഴ ഭാഗത്തു നിന്ന് വരുന്ന ഭാരവാഹനങ്ങൾ വിമലഗിരി ജംഗ്ഷനിൽ നിന്ന് തങ്കളം ബൈപ്പാസ് വഴിയാണ് ഇടുക്കി, പെരുമ്പാവൂർ ഭാഗങ്ങളിലേക്ക് പോകേണ്ടത്. ഇടുക്കിയിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ അരമന ജംഗ്ഷനിൽ നിന്ന് ബൈപ്പാസിലൂടെ തങ്കളത്തെത്തിയാണ് ആലുവ, പെരുമ്പാവൂർ, മൂവാറ്റുപുഴ ഭാഗത്തേക്ക് പോകേണ്ടത്. കൂടാതെ കോതമംഗലം പോലീസ് സ്റ്റേഷന് സമീപം മലയൻകീഴിലുള്ള പോക്കറ്റ് റോഡും പള്ളിത്താടം ധർമ്മഗിരി ആശുപത്രി റോഡും വൺ വേ ആക്കും. മലയൻകീഴിൽ നിന്ന് വരുന്ന വാഹനങ്ങളെ പോക്കറ്റ് റോഡിൽ അനുവദിക്കില്ല. ഇവിടെ നോ എൻട്രി ബോർഡും സ്ഥാപിക്കും. ടൗണിൽ നടപ്പാക്കുവാൻ ഉദ്ദേശിക്കുന്ന മറ്റ് ക്രമീകരണങ്ങളെക്കുറിച്ച് ആലോചിച്ച് തീരുമാനിക്കുമെന്ന് കോതമംഗലം ട്രാഫിക് പോലീസ് SHO CP ബഷീർ പറഞ്ഞു. പോലീസ് സ്റ്റേഷന്റെ അടുത്തുനിന്ന് മലയൻകീഴിലേക്കുള്ള ഒരു പോക്കറ്റ് റോഡുണ്ട്, ധർമ്മഗിരി ഹോസ്പിറ്റലിന്റെ ബാക്കിലായിട്ട് വരുന്നത്. അവിടെ മലയൻകീഴിൽ നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് ആ വഴി, ഈ ധർമ്മഗിരി വഴി ഒരിക്കലും ഒരു എൻട്രി അനുവദിക്കുന്നതല്ല. കാരണം ഏറ്റവും കൂടുതൽ സെന്റ് അഗസ്റ്റിലെ കുട്ടികൾ പാസ് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അവിടെ വളരെ നഷ്ടം ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെ നോ എൻട്രി ബോർഡ് സ്ഥാപിക്കുകയാണ്. അതുപോലെ തന്നെ പള്ളിത്താഴത്തുനിന്ന് ധർമ്മഗിരി ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴി, ആ വഴിയും ധർമ്മഗിരി ഹോസ്പിറ്റലിൽ നിന്ന് ഇങ്ങോട്ട് പള്ളിത്താഴത്തേക്ക് എൻട്രി അനുവദിക്കുന്നില്ല. അതും വൺ വേ ആക്കുകയാണ്. ട്രാഫിക് SHO CP ബഷീർ, അഡീഷണൽ SI അനസ്, CPO രതീഷ് എന്നിവരുടെ നേതൃത്വത്തിലാണ് സൈൻ ബോർഡുകൾ സ്ഥാപിച്ചത്. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.